ഇഷ്ടായോ? ഗായ പരമേശ്വരൻ. ഈ കലാകാരി നൃത്തകലയ്ക്ക് കിട്ടിയ വരപ്രസാദമാണ്. ഗായയുടെ ഉയർച്ചയ്ക്ക് കാരണം നൃത്തത്തിൽ നാട്യവേദിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് ഈ പ്രോഗ്രാം നന്നായിരുന്നു. അഭിനന്ദനങ്ങൾ. ഒരു പ്രത്യേക കാര്യം പറയാനാ ഞാൻ നേരിട്ട് വന്നു. കേരളപ്പിറവിയുടെ 60ാം വാർഷികാഘോഷം ഈ നവംബർ 1 തുടങ്ങുക. ഗായയുടെ ഒരു പ്രോഗ്രാം കൂടി വേണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. 2 ദിവസം കഴിഞ്ഞ് ഞാൻ പോവുകയാണ്. ആദ്യത്തെ പ്രോഗ്രാം ബ്രിട്ടീഷ് പാർലമെന്റിലും അവിടുന്ന് നേരെ സ്റ്റേറ്റ്സിലേക്കും പോവുക. പ്രോഗ്രാം കഴിഞ്ഞെത്തുമ്പോൾ 3 മാസം ആകും. അപ്പോൾ 3 മാസം കഴിഞ്ഞാൽ ഇനി നാട്ടിലേക്കുള്ളൂ അല്ലേ? മടങ്ങി വന്നാൽ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ പ്രോഗ്രാം ആയിരിക്കും. സന്തോഷം. ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ സെക്രട്ടറി വിളിച്ചറിയിച്ചോളൂ. വരട്ടെ. എക്സ്ക്യൂസ് മീ, ഒന്നിങ്ങ് വരാവോ? എവിടെ കണ്ട പരിചയം? ഒരുപാട് വർഷമായി നമ്മൾ കണ്ടിട്ട്. ഞാൻ പത്മ. എന്റെ പപ്പി, നീ എവിടെയായിരുന്നു? നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചോന്നറിയോ? ഇതാരാ? നിന്റെ മോളാ? മോളുടെ പേരെന്താ? വേദ. നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഒരു ജോലിയുണ്ട്. ഇടയ്ക്ക് ചെറിയ ചെറിയ ഡാൻസ് പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ട്. പപ്പി, എനിക്ക് പോകാൻ തിരക്കുണ്ട്. വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്, കേൾക്കാനും ഉണ്ട്. നീ എവിടെയാ താമസിക്കുന്നേ? കുറെ ദൂരെയാ. എവിടെയായാലും ഞാൻ വരും. നിന്റെ അഡ്രസ്സ് മാനേജർക്കൊന്ന് കൊടുത്തിട്ട് പോ. പോട്ടെ. ബൈ. അമ്മേ, നമ്മുടെ അഡ്രസ് അതല്ലല്ലോ. പിന്നെ അമ്മ ഡാൻസ് ചെയ്യാറുണ്ടോ? ഗായ. ഹായ് ഗായത്രി മാം. സമയം കിട്ടുമ്പോൾ എൻ്റെ നൃത്താലയത്തിൽ വന്ന് എൻ്റെ കുട്ടികളെ വിളക്ക് കത്തിച്ചെന്ന് അനുഗ്രഹിക്കണം. ഡെഫിനറ്റ്ലി. വന്നതിന് വളരെയധികം നന്ദി. ഒരുപാട് സന്തോഷം. താങ്ക് യു. വരട്ടെ. ഒന്ന് നിർത്തിയേ. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഈ പത്മാവതി എന്ന പേരിൽ ആരെങ്കിലും താമസമുണ്ടോ? എനിക്ക് தெரியாது. தெரியாதா? ഈ പത്മാവതി ഇവിടെ അല്ലേ താമസം? தெரியாதே. എനിക്കറിയില്ല. അറിയില്ലേ? പത്മാവതി എന്ന നർത്തകി അവിടെ അവിടെ ഞാൻ അന്വേഷിച്ചു. അറിയില്ലേ? ഇവിടെ അങ്ങനെ ആരും ഇല്ല.
പറഞ്ഞേ. ഗായ നിക്ക്. ഗായ ചെലങ്ങിങ് തരാൻ തരില്ല. കലോത്സവ വരണേ. നിനക്കെല്ലാം തമാശയാ. എനിക്ക് എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്ന് അറിയാമോ? ഞാൻ തരില്ല. നിക്ക് ഗായ, നിക്കാൻ. ഗായ അതിങ്ങ് തരാൻ. പപ്പി, നിനക്ക് എപ്പോഴും ഒരു പ്രാക്ടീസ്. വലിയ കലാതിലകാവാൻ പോവല്ലേ? കയ്യെത്തുന്നിടത്ത് കണ്ണും കണ്ണെത്തുന്നിടത്ത് മനസ്സും. ഞാനാകും കലാതിലകം, നോക്കിക്കോ. കലാതിലകം പത്മാവതി. അതെ മാഡം 3 മാസത്തേക്ക് ഇവിടെ ഇല്ല, ഫോറിൻ ട്രിപ്പ്. മാഡം ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാ. ഓക്കെ. മാധവേട്ട, എന്താ? വണ്ടി നിർത്ത്. സമയമായില്ലോ. ഇതെവിടെയാ ഇറങ്ങി പോണത്? ആരാ? കൈയെത്തുന്നിടത്ത് കണ്ണും കണ്ണെത്തുന്നിടത്ത് മനസ്സും. നന്നായിട്ടുണ്ട് നിന്റെ ഈ ഡാൻസ് പ്രാക്ടീസ്. നിനക്ക് എന്ത് പറ്റി എൻ്റെ പപ്പി? നീ തന്ന അഡ്രസ്സിൽ ഞാൻ അന്വേഷിച്ചു, അതും കള്ളായിരുന്നു അല്ലേ? ഇപ്പോ എന്നോടൊപ്പം ഇല്ല, എവിടെയോ ഇറങ്ങി പോയിരിക്കുക. എവിടെയാണെന്ന് പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റൂ. ഏതോ ഒരു തൊഴിലുറപ്പുകാരിയായിട്ട് ഇതാ വരിക. അപ്പോൾ അതെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. മാധവേട്ട, ഇതാണ് പത്മാവതി, എന്റെ പപ്പി. വേറെ പപ്പി. മാധവേട്ട, ഇന്നത്തെ യാത്ര ക്യാൻസൽ ചെയ്തേക്കൂ. അയ്യോ, ഞാനിപ്പോ എന്ത് ചെയ്യും? അവരോട് എന്ത് പറയും? ഇതാണ് ഗായ. ഇരിക്കെ. മോളിങ്ങ വന്നേ. വാ. മോളിന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ല ആൻറ്റി. അപ്പ കിടക്കാൻ തുടങ്ങിയതിനു ശേഷം അമ്മ എന്നോട് സ്കൂളിൽ പോണ്ടാന്ന് പറഞ്ഞു. ഞാൻ ജോലിക്ക് പോയാലേ അടുപ്പ് കത്തിക്കാനും മരുന്ന് വാങ്ങാനും പറ്റുള്ളൂ. ഇദ്ദേഹത്തിന് മരുന്ന് കൊടുക്കാനും പരിചരിക്കാനും ഒരാളില്ലാതെ പറ്റില്ല. അതുകൊണ്ടാ മോളുടെ പഠിത്തം നിർത്തിയത്. മോളെ ഞാൻ നല്ലൊരു സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാം. എനിക്കറിയാവുന്ന നല്ലൊരു ഡോക്ടറുണ്ട്. അദ്ദേഹം നിങ്ങളെ വേണ്ട രീതിയിൽ നോക്കിക്കോളൂ. പിന്നെ ഇവളെ കൂടി ഞാൻ കൊണ്ടുപോവാണ്.